NS നിധി സയൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിസിക്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ട് 2-ൽ നോക്കാൻ പോകുന്നത്. ആദ്യം ഒരു പ്രോബ്ലമാണ്. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 1500 ചുറ്റുകളും സെക്കൻഡറിയിൽ 7500 ചുറ്റുകളും ഉണ്ട്. സെക്കൻഡറിയിൽ 250 വോൾട്ടതയിൽ 100 വാട്ട് പവർ വിനിയോഗിക്കുന്നു. എ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? ബി ക്വസ്റ്റ്യൻ, പ്രൈമറിയിലെ വോൾട്ടത കണക്കാക്കുക. സി ക്വസ്റ്റ്യൻ, പ്രൈമറിയിലെ കറണ്ട് എത്ര? എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് പവർ ലോസ് ഹാവ് 1500 ടേൺസ് ഇൻ ദി പ്രൈമറി ആൻഡ് 7500 turns in the secondary. Voltage across secondary is 250 volt and power of the transformer is 100 watt. A question, what is the working principle of transformer? B, calculate primary voltage. C, calculate primary current. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം, അതായത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. അപ്പോൾ എയുടെ ആൻസർ എഴുതിയിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കിയാണ് ട്രാൻസ്ഫോമർ എല്ലാം പ്രവർത്തിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പ്രൈമറിയിലെ വോൾട്ടത കണക്കാക്കുക. പ്രൈമറി വോൾട്ടത എന്ന് പറയുമ്പോൾ VP ആണ്. അപ്പോൾ VS എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി വോൾട്ടത. NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം. NB എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അപ്പോൾ VS/VP = NS/NB എന്ന ഇക്വേഷനിൽ നിന്നും നമ്മൾ VP എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. VP = VS × NB/NS. വിലകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡറി വോൾട്ടതയാണ് VS. ഇവിടെ നമുക്ക് സെക്കൻഡറി വോൾട്ടത തന്നിട്ടുണ്ട് 250 വോൾട്ട് എന്നുണ്ട്. അതേ ഇൻറ്റു NP, അതായത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. പ്രൈമറിയിലെ ചുറ്റുകൾ 1500 ആണ്. അതേ ഇൻറ്റു അത് ഡിവൈഡഡ് ബൈ പിന്നെ പറയുന്നത് NS ആണ്. സെക്കൻഡറിയിലെ വോൾട്ടത സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് 7500, 7500. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് VP, അതായത് പ്രൈമറി വോൾട്ടേജ് 50 വോൾട്ട് ആണ് കിട്ടുന്നത് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറിയിലെ കറണ്ട് എത്ര എന്നുള്ളതാണ്. അപ്പോൾ ആ സി ക്വസ്റ്റ്യനിലെ പ്രൈമറിയിലെ കറണ്ട് കണ്ടെത്താനായിട്ട് VS/VP = IP/IS എന്ന ഇക്വേഷൻ വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. അതിൽ ഇവിടെ കണ്ടെത്തേണ്ടത് പ്രൈമറിയിലെ കറണ്ടാണ്. അപ്പൊ IP, കറണ്ട് ഇൻ പ്രൈമറി, IP എന്നാണ് പറയുന്നത്. IP ഈ ഇക്വേഷനിൽ VS/VP = IP/IS നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ VS × IS/VP ആണ്. അപ്പൊ നമ്മൾ VS വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടത ഇവിടെ തന്നിട്ടുണ്ട്, 250 വോൾട്ട് ഉണ്ട്, ഇൻറ്റു IS നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. IS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? IS നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ IS കണ്ടുപിടിക്കണം. അത് ഞാൻ വലതുവശത്തായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. P = VI, പവർ = വോൾട്ടേജ് × I. അതിൽ നിന്ന് നമ്മൾ ഈ P എന്ന് പറയുന്നതെല്ലാം സെക്കൻഡറി എന്നാക്കി എഴുതുക. PS, സെക്കൻഡറി പവർ, = VS, സെക്കൻഡറി വോൾട്ടേജ് × IS, സെക്കൻഡറി കറണ്ട്. അതിൽ നിന്ന് നമുക്ക് IS-നെ എടുക്കാം. IS = PS/VS. അപ്പൊ PS അതില് എന്താണ്? പവർ തന്നിട്ടുണ്ട് നമുക്ക്. 100 വാട്ട് പവർ സെക്കൻഡറിയിൽ പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞ ചോദ്യത്തിലുണ്ട്. അപ്പൊ PS എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 ഡിവൈഡഡ് ബൈ VS ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡറി വോൾട്ടത 250 ആണ്. അപ്പോൾ IS കണ്ടുപിടിക്കുന്നു. 100/250 0.4 ആംപിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പൊ ആ IS കണ്ടുപിടിച്ചിട്ട് വേണം ഇവിടെ IP-യിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. അപ്പോൾ VS × IS/VP വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ IP-യുടെ വാല്യൂ കിട്ടുന്നു 2 ആംപിയർ. അപ്പോൾ പ്രൈമറി കറണ്ട് നമുക്ക് എന്ത് കിട്ടി? 2 ആംപിയർ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പ്രവേശിക്കുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗേഴ്സ്. ലൈറ്റ് റേ ഇൻസിഡന്റ് ഓൺ 2 ഡിഫറെന്റ് മീഡിയസ് ഡെപിക്റ്റഡ്. അവിടെ 2 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിലെ വായു, അതായത് എയറിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക്, മീഡിയം 1 ആണ്, മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്, ഒരു പ്രകാശരശ്മി. അപ്പൊ ആ പ്രകാശരശ്മി വന്ന് വീഴുന്നത്, അതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതന കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അതിന് അപവർത്തനം സംഭവിച്ച ശേഷം മീഡിയം 1-ലേക്ക് പോരുന്നുണ്ട്. അപ്പോഴുള്ള അപവർത്തന കോൺ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 20 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആദ്യത്തെ ചിത്രവും നോക്കുക. രണ്ടാമത്തെ ചിത്രത്തിൽ അതുപോലെ തന്നെ ആദ്യത്തേത് വായുവാണ്, എയർ ആണ്. അതിൽ നിന്നൊരു റേ ഓഫ് ലൈറ്റ്
പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റിഫ്രാക്ഷന് ശേഷം അതിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതായത് അപവർത്തന കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ മേളിൽ പിന്നെ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതനകോണം എന്ന് പറയുന്നത് 40 ഡിഗ്രി തന്നെയാണ്. മാധ്യമം 2 ആണ്. അപ്പൊ മാധ്യമം 1ഉം മാധ്യമം 2ഉം ആണ്. രണ്ട് വ്യത്യാസമുണ്ട്. ഏത് മാധ്യമമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നോക്കാം. ക്വസ്റ്റ്യൻ വിച്ച് മീഡിയ ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, എക്സ്പ്ലെയിൻ വൈ. ഏത് മാധ്യമത്തിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ, എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വിച്ച് മീഡിയ ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏത് മാധ്യമത്തിന്റെ അപവർത്തനാങ്കമാണ് കൂടുതലായിട്ടുള്ളത് എന്ന്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് മീഡിയ ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ഏത് മീഡിയത്തിനാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് മാധ്യമം 1നാണ്, മീഡിയം 1നാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതെന്താണെന്ന് ചോദിച്ചാൽ അപവർത്തന കോൺ കുറയുകയാണെങ്കിൽ, ഇവിടെ അപവർത്തന കോൺ ആദ്യത്തെ ചിത്രത്തില് 20 ഡിഗ്രിയാണ് അപവർത്തന കോൺ, രണ്ടാമത്തതിൽ 60 ഡിഗ്രിയാണ്. അപ്പൊ അപവർത്തന കോൺ കുറയുകയാണെങ്കിൽ പ്രകാശ സാന്ദ്രത എന്ത് ചെയ്യും, കൂടും. എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്, ഇൻക്രീസ് ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. ഇഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഡിക്രീസസ് ദെൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്. കാരണം അപവർത്തന കോൺ കുറയുകയാണെങ്കിൽ പ്രകാശ സാന്ദ്രത എന്ത് ചെയ്യുകയാണ്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അത് നോർമലിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്, ലംബത്തിനോട് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റും കൂടെ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം വിച്ച് മീഡിയ ഹാസ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ഏത് മാധ്യമത്തിന്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ആൻസർ മാധ്യമം 1 തന്നെയാണ്, മീഡിയം 1 ആണ്. ഞാൻ അതിന് റൈറ്റ് സൈഡിൽ ഒരു പ്രോബ്ലം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അപവർത്തനാങ്ക n സമം ശൂന്യതയിലെ അപവർത്തനാങ്കം അല്ലെങ്കിൽ വായുവിലെ അപവർത്തനാങ്കം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലെ അതായത് മാധ്യമത്തിലെ വേഗം. അപവർത്തനാങ്കം സമം വായുവിലെ പ്രകാശവേഗം ബൈ മാധ്യമത്തിലെ പ്രകാശവേഗമാണ്. ഏത് മാധ്യമമാണോ അത്. ഞാനത് വെറുതെ ഒരു എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. റെഡിങ്കിൽ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് വായുവിലേത് ഡിവൈഡ് ബൈ, വായുവിലെയാണ് എപ്പോഴും നമ്മൾ ന്യൂമറേറ്ററിലെ അംശത്തിൽ എടുക്കേണ്ടത് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഡിവൈഡഡ് ബൈ മാധ്യമത്തിലെ വേഗതയ്ക്ക്, അതായത് മീഡിയത്തിലെ വേഗത്തിന്, സ്പീഡിന് ഞാൻ എക്സാമ്പിൾ ഗ്ലാസിന്റെ വേഗത എടുത്തു. 2 × 10⁸ ആണ് അതിന്റെ വേഗത. അപ്പൊ എനിക്ക് അതിന്റെ ആൻസർ അപവർത്തനാങ്കം, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടിയത് 1.5 ആണ്. ഞാൻ വേറൊരു മാധ്യമം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതായത് കുറച്ചും കൂടി ഡെൻസിറ്റി കൂടിയൊരു മാധ്യമം എടുത്തു. അതായത് വജ്രം. തൊട്ട് മുകളിൽ ഞാൻ ഗ്ലാസ് എടുത്തെങ്കിൽ രണ്ടാമത് ഞാൻ വജ്രം എടുത്തു. വജ്രത്തിന് കുറച്ച് ഏറെ ഡെൻസിറ്റി കൂടുതലാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശ സാന്ദ്രത കൂടുതലാണ്. അപ്പം 3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് അപവർത്തനാങ്കം കാണാൻ വേണ്ടിയിട്ട് 3 × 10⁸ ഡിവൈഡഡ് ബൈ വജ്രത്തിന്റെ വേഗത എത്രാന്ന് ചോദിച്ചാൽ 1.25 × 10⁸ ആണ്. അതിന് ആൻസർ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് 2.4 ആണ്. അപ്പൊ അപവർത്തനാങ്കം രണ്ടും കൂടെ കൂട്ടിയപ്പോൾ ആദ്യത്തേത് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 1.5 ഉള്ള അപവർത്തനാങ്കം, രണ്ടാമത്തെ വജ്രം വെച്ച് ചെയ്തപ്പോൾ 2.4 ആയി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം അതായത് പ്രകാശ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ, താഴെയുള്ള മീഡിയത്തിന്റെ പ്രകാശിക സാന്ദ്രത വർദ്ധിക്കുമ്പോൾ അപവർത്തനാങ്കം വർദ്ധിക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ അവിടെ ആൻസറിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കുക. പ്രകാശിക സാന്ദ്രത കൂടുതൽ ആയിക്കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. ശരിയല്ലേ? ഗ്ലാസിന്റെ 2 × 10⁸ മീറ്റർ/സെക്കൻഡ്, അതിനേക്കാൾ കുറവാണ് വജ്രത്തിന്റെ 1.25 × 10⁸ അല്ലെ? അപ്പൊ വേഗത കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രകാശിക സാന്ദ്രത കൂടും. പ്രകാശ വേഗം കുറയുമ്പോൾ പ്രകാശ സാന്ദ്രത കൂടും. അതേപോലെ തന്നെ അപവർത്തനാങ്കവും എന്ത് ചെയ്യും? കൂടും. അപ്പൊ പ്രകാശത്തിന്റെ വേഗത കുറവ് നമുക്കിവിടെ വജ്രത്തിലാണ്. അതുകൊണ്ട് മറ്റ് 2 കാര്യങ്ങളും വളരെ കൂടുതലായിരിക്കും. ഏതൊക്കെ? പ്രകാശ സാന്ദ്രതയും കൂടും, അപവർത്തനാങ്കവും കൂടും. അപ്പോൾ ഏത് മാധ്യമത്തിന്റെ അപവർത്തനാങ്കമാണ് കൂടുതൽ എന്നുള്ളതിന് ആൻസർ എന്തായിരിക്കും? മീഡിയം 1, അതായത് മാധ്യമം 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജ്ജനഷ്ടം ലഘൂകരിച്ച് വൈദ്യുത പവർ പ്രേഷണം ചെയ്യുന്നതിന് ട്രാൻസ്ഫോമറുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ക്വസ്റ്റ്യൻ, വിതരണ ശൃംഖലയിൽ പ്രധാനമായും ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ, പവർ പ്രേഷണത്തിൽ പവർ നഷ്ടം ഉണ്ടാകാനുള്ള കാരണം എന്ത്? ഇത് രണ്ടിനും ഓരോ മാർക്കാണ്. ക്വസ്റ്റ്യൻ, പവർ നഷ്ടം കുറയ്ക്കാൻ ട്രാൻസ്ഫോമറുകൾ എങ്ങനെ സഹായിക്കുന്നു? അതിന് 2 മാർക്കാണ്. നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ട്രാൻസ്ഫോമർ ഹാവ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ പവർ ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനർജി ലോസ്. ക്വസ്റ്റ്യൻ,
which are the stages at which transformers are used in power transmission? B question, what is the reason for power loss in power transmission? C question, how do transformers help in minimizing energy loss in power transmission? അപ്പൊ ഇവിടെ നമുക്കറിയാം ഊർജം നഷ്ടമൊക്കെ ലഘൂകരിച്ച് വൈദ്യുതിയെ പ്രേക്ഷണം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫോമറുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിതരണം നടത്തുമ്പോൾ അതിൽ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇവരെ ഈ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിന്റെ ആൻസർ, ഫസ്റ്റിന്റെ ആൻസർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, സബ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെയൊക്കെ വീടിനടുത്തായിട്ട് ഉള്ള ചെറിയ ചെറിയ വിതരണ ട്രാൻസ്ഫോമർ എന്നാണ് അതിന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ 3 സ്ഥലത്താണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, പവർ പ്രേഷണത്തിൽ പവർ നഷ്ടം ഉണ്ടാകാനുള്ള കാരണം എന്ത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ പവർ ലോസ് ഇൻ പവർ ട്രാൻസ്മിഷൻ? അതെന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിസിറ്റി ലോസ് ഇൻ കണ്ടക്ടർ ഡ്യൂ ടു ദി റെസിസ്റ്റൻസ് ഓഫ് വയർ ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. ഈ ചാലക കമ്പിയുടെ, അതായത് കണ്ടക്ടറിന്റെ ചാലക കമ്പിയുടെ പ്രതിരോധം കാരണം ചാലകത്തിൽ എന്ത് ചെയ്യുന്നു? അതായത് ഈ കണ്ടക്ടറിലെ താപത്തിന്റെ രൂപത്തിൽ വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നു. വൈദ്യുതി മുഴുവൻ താപമായിട്ട് പുറത്തു പോകും. ചാലക കമ്പിയുടെ പ്രതിരോധം കൂടുന്നത് കാരണം. അതാണ് ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മളിത് വൈദ്യുതി പ്രേഷണം ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ കാര്യം അതാണ്. നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി മുഴുവൻ ഹീറ്റ് എനർജി ആയിട്ട് താപരൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറുകൾ സഹായിക്കുന്നത്. അപ്പോൾ കറണ്ടിന്റെ അളവൊക്കെ കുറച്ച് വോൾട്ടേജിന്റെ അളവൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അത് പരിഹരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതുകൊണ്ട്, സി, പവർ നഷ്ടം കുറയ്ക്കാൻ ട്രാൻസ്ഫോമറുകൾ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഹൗ ഡു ട്രാൻസ്ഫോമേഴ്സ് ഹെൽപ്പ് ഇൻ മിനിമൈസിങ് എനർജി ലോസ് ഇൻ പവർ ട്രാൻസ്മിഷൻ? അത് വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നതിലാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, വോൾട്ടേജ് വർദ്ധിപ്പിച്ചിട്ട് കറണ്ട് കുറയ്ക്കുന്നതിലൂടെയാണ് പവർ നഷ്ടം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. പവർ ലോസ് ക്യാൻ ബി മാനേജ്ഡ് ബൈ ഇൻക്രീസിങ് ദ വോൾട്ടേജ് ആൻഡ് ഓൾസോ ഡിക്രീസിങ് ദ കറണ്ട്. അപ്പോൾ വോൾട്ടേജ് നമ്മൾ കൂട്ടിയാണ് നമ്മൾ ഒരുപാട് വോൾട്ടേജിൽ 11 kV-ലൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ പ്രേഷണം ചെയ്യുന്ന സമയത്ത് 110 കിലോ വോൾട്ടിലും 230 കിലോ വോൾട്ടിലൊക്കെയാണ് ഇതിനെ പ്രേക്ഷണം ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് വർദ്ധിപ്പിക്കുമ്പോൾ കറണ്ട് കുറയുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഹീറ്റ് എനർജിയുടെ രൂപത്തിലുള്ള എനർജി നഷ്ടം ഒഴിവായി കിട്ടും. അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു പ്രോബ്ലമാണ്. ഒരു വീട്ടിൽ 20 വാട്ടിന്റെ 5 CFL 4 മണിക്കൂറും 60 വാട്ടിന്റെ 4 ഫാനുകൾ 5 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തും? ഇൻ എ ഹൗസ് 5 CFL each of 20 watt works for 4 hours. 4 fans each of 60 watt works for 5 hours in a day. What will be the daily consumption of energy shown by the watt hour meter? അങ്ങനെ ഇത്രയും ഉപകരണങ്ങൾ ഒരു വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് രേഖപ്പെടുത്തുമെന്നാണ് ചോദ്യം. നമുക്ക് അതിന് ആൻസർ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കിലോ വാട്ട് അവറിലുള്ള ഊർജം കണക്കാക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എനർജി ഇൻ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ബൈ 1000. അതായത് വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ഡിവൈഡഡ് ബൈ 1000. ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് അതിൽ ആ ഇക്വേഷനിലേക്ക് നോക്കി ആദ്യം വാട്ടിലുള്ള പവർ ഇൻ വാട്ട്, ഓരോ ഉപകരണത്തിന്റെയും പവർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 5 CFL ബൾബാ ഉള്ളത്, അതിന്റെ പവർ കണ്ടുപിടിക്കണം. ഒരെണ്ണത്തിന്റെ പവർ അവർ പറഞ്ഞിട്ടുണ്ട് 20 വാട്ടാണ്. അപ്പൊ 5 CFL-ന്റെ ആകെ പവർ, ടോട്ടൽ പവർ ഓഫ് 4 CFL എന്ന് പറയുന്നത് 5 ഇൻറ്റു അതിന്റെ എണ്ണം ഇൻറ്റു ഒരെണ്ണത്തിന്റെ പവർ 20 വാട്ട്. അപ്പൊ എത്ര കിട്ടി? 100 വാട്ട് കിട്ടി നമുക്ക് 5 CFL-ന്റെ. ഇനി 4 ഫാനുകളുടെ ആകെ പവർ കണ്ടുപിടിക്കണം. ടോട്ടൽ പവർ ഓഫ് 4 ഫാൻസ്, 4 ഫാനാണ്, 4 ഇൻറ്റു ഒരു ഫാനിന്റെ പവർ 60 വാട്ടാണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 240 വാട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ CFL ഉപയോഗിച്ച ഊർജം, എനർജി കൺസ്യൂംഡ് ബൈ CFL, അത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പവർ ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എത്രയാണ് മണിക്കൂർ, എത്ര മണിക്കൂറൊക്കെ CFL ഉപയോഗിച്ചെന്നത് ക്വസ്റ്റ്യനകത്തുകൊണ്ട് 4 മണിക്കൂറാണ്. അപ്പൊ ഇവിടെ പവർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 100 വാട്ട് പവർ ആണുള്ളത്. അപ്പൊ 100 ഗുണം എത്ര മണിക്കൂറാണ് CFL പ്രവർത്തിച്ച്? 4 മണിക്കൂർ. അപ്പൊ 100 ഗുണം 4 ബൈ 1000 0.4 യൂണിറ്റ് കിട്ടി. ഇനിയും അതേപോലെ ഫാനുകൾ ഉപയോഗിച്ച ഊർജം, എനർജി കൺസ്യൂംഡ് ബൈ ഫാൻ, പവർ ഇൻറ്റു ടൈം ബൈ 1000. അപ്പോൾ നമ്മുടെ ഫാനിന്റെ പവർ നമ്മൾ ഇവിടെ കണ്ടെത്തി 240 ആണ്. 240 ഗുണം ഫാനുകൾ എത്ര മണിക്കൂർ പ്രവർത്തിച്ചു? 5 മണിക്കൂർ. അപ്പൊ 240 ഗുണം 5 ബൈ 1000 എത്ര കിട്ടി? 1.2 യൂണിറ്റ് എന്ന് കിട്ടി. ഇനിയും ആകെ
ഊർജ്ജം എത്രയാണ്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഈ 2 യൂണിറ്റും കൂടെ കൂട്ടിയാൽ മതി. 0.4 പ്ലസ് 1.2 എത്ര കിട്ടി? 1.6 യൂണിറ്റ് ആണ് ആ വാട്ട് അവർ മീറ്ററിൽ, ആ വീട്ടിലെ വാട്ട് അവർ മീറ്ററിൽ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ദർപ്പണത്തിന്റെ പ്രതലത്തിൽ നിന്നും അതുപോലെ തന്നെ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ നിന്നും പ്രതിപതനം നടക്കുന്നുണ്ട്. എ ക്വസ്റ്റ്യൻ, ചുമരുകളിലും ദർപ്പണങ്ങളിലും നടക്കുന്ന പ്രതിപതനത്തെ താരതമ്യം ചെയ്യുക. ബി ക്വസ്റ്റ്യൻ, ചുമരുകളിലെ പ്രതിപതനം കൊണ്ടുള്ള ഒരു ഗുണമെന്ത്? സി ക്വസ്റ്റ്യൻ, ചുമരുകളിലെ പ്രതിപതനം കാരണം വ്യക്തമായ പ്രതിബിംബം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് മിറേഴ്സ് ആസ് വെൽ ആസ് റഫ് സർഫസ് ലൈക്ക് വാൾസ്. A question, compare the types of reflection from a rough wall and a mirror. B question, write down one use of reflection from walls. C question, clear images are not formed due to reflection from a rough surface. Describe the reason. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ചുമരുകളിലും ദർപ്പണങ്ങളിൽ നടക്കുന്ന പ്രതിപതനത്തെ താരതമ്യം ചെയ്യാനെന്നാണ് അല്ലെ. കമ്പയർ ചെയ്യാൻ പോവാണ് നമ്മൾ റഫ് വാളിലും അതേപോലെ മിററിലും നടക്കുന്ന റിഫ്ലക്ഷനെ പറ്റി. അവര് വാളിൽ നടക്കുന്നതിനെ നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. അതായത് ഭിത്തിയിൽ നടക്കുന്നത് വിസരിത പ്രതിപതനം എന്നാണ് പറയുക. മിററിലാണെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ, അതായത് ദർപ്പണത്തിൽ ക്രമപ്രതിപതനമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രമമായ പ്രതിപതനം നടക്കുന്നതുകൊണ്ട് റെഗുലർ റിഫ്ലക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നത്. ഭിത്തിയിലും ഒക്കെ ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്, വിസരിത പ്രതിപതനമായ കൊണ്ടാണ് നമുക്ക് ഭിത്തിയിൽ നമ്മളുടെ ഇമേജ് കാണാൻ സാധിക്കാത്തത്. ഇനി ബി ക്വസ്റ്റ്യൻ, ചുമരുകളിലെ പ്രതിപതനം കൊണ്ടുള്ള ഒരു ഗുണമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വൺ യൂസ് ഓഫ് റിഫ്ലക്ഷൻ ഫ്രം വാൾസ്. അത് ഭിത്തിയിൽ നിന്നുള്ള പ്രകാശത്തിന്റെ പ്രതിഫലനം കാരണം ഭിത്തികൾക്ക് സമീപമുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭിത്തിയിൽ നിന്നും പ്രകാശം റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ ഭിത്തിക്ക് സമീപത്തിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. ഒബ്ജക്ട്സ് നിയർ ദ വാൾസ് ആർ വിസിബിൾ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം വാൾ. അപ്പൊ ഭിത്തിയിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷന് ഇറഗുലർ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ചുറ്റുമുള്ള വസ്തുക്കൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പൊ ഇറഗുലർ കൊണ്ടും നമുക്ക് പ്രയോജനമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചുമരുകളിലെ പ്രതിപതനം കാരണം വ്യക്തമായ പ്രതിബിംബം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നാണ്. ക്ലിയർ ഇമേജസ് ആർ നോട്ട് ഫോംഡ് ഡ്യൂ ടു റിഫ്ലക്ഷൻ ഫ്രം എ റഫ് സർഫസ്. ഡിസ്ക്രൈബ് ദ റീസൺ. അതിന് കാരണം പ്രകാശം വ്യത്യസ്ത ദിശകളിലാണ് പ്രതിഫലിക്കുന്നത്, അതിനാൽ അവയ്ക്ക് ഒരു പ്രതിബിംബം രൂപപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. അതായത് വിസരിതമായിട്ട് പ്രതിപതനം നടക്കുന്നത് കൊണ്ട് അവയ്ക്ക് ഒരു പ്രതിബിംബം രൂപപ്പെടുത്താൻ പറ്റത്തില്ല. അതേസമയം നല്ല പ്രതലത്തിലാണെങ്കിൽ ഒരു പ്രതിബിംബം നമുക്ക് കിട്ടും. ലൈറ്റ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് സോ ദേ കനോട്ട് ഫോം ആൻ ഇമേജ്. ഡിഫറെന്റ് ഡയറക്ഷനിലേക്കാണ് റിഫ്ലക്ഷൻ പോകുന്നത് കൊണ്ട് നമുക്കൊരു ക്ലിയർ ഇമേജ് കിട്ടില്ല. അതാണ് അതിന്റെ ആൻസർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.